ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കൊല്ലങ്കോട് കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉണ്ട് കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാഴ്ച കണ്ട, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണുന്ന കാഴ്ച കേട്ടോ. ഇവിടുന്ന് ഏടെ നോക്കിക്കഴിഞ്ഞാലും അടിപൊളി സ്ഥലമാണ്. ഇന്ത്യയിലെ സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന കൊല്ലങ്കോട്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ച കേട്ടാ. കണ്ട എന്താണെന്നറിയാം, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടാ ഇത്. ഞാൻ സൂമാക്കി കാണിച്ചു തരാം കേട്ടാ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ കനാലാണ് ഈ കാണുന്നത്. വെള്ളമൊക്കെ കുറവാണ് കേട്ടാ. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു സ്കൂളാണ് കേട്ടാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയൊരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ക്ഷേത്രം ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ദൂരെയായിട്ട് മലനിരകൾ കാണാൻ കഴിയും കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കരിമ്പനിയും അതുപോലെ തന്നെ തെങ്ങുകളും വയലുകളുമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകളാട്ടോ, ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, അപ്പോൾ ഗൈസ് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് ഇതുപോലുള്ള ഗ്രാമ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരോട് പറയാനുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഫുഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വലിച്ചെറിയാതിരിക്കുക. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുക. അപ്പോൾ റോഡ് സൈഡിൽ കുടിലിടം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ റോഡിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ കാണാൻ കഴിയും. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഞാനിവിടെ രാവിലെ എത്തിയെന്ന് കേട്ടോ. അപ്പോൾ രാവിലെ വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വൈകുന്നേരം വരുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ എത്ര സ്ഥലങ്ങളാണ് കാണാനുള്ളത് എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഇവരുടെ മത്സ്യത്തിനെ വളർത്തുന്ന ഇത് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാളവണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി മാത്രമേ ഉള്ളൂ, കാളയില്ല. അപ്പോൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് വയൽ ഉഴുതുമറിക്കുന്നില്ലേ കാളേനെ കൊണ്ട്, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. കൂടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മുളേനെ കൊണ്ട് ഇരിക്കാനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഏറുമാടുണ്ടേ, നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4 ആളോ ഒരുമിച്ച് കയറാൻ പാടുള്ളൂ എന്ന് കേട്ടോ. ഇവിടെ വരുന്നവർ 5-6 ആളൊന്നും കയറിയേക്കറ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 4 കസേല ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 ആൾക്ക് 4 കസേല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേൽക്കൂര കണ്ടോ, ഫുൾ മുളയും അതുപോലെ തന്നെ ഓല മേഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
സംഭവം അടിപൊളിയാട്ടാ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച സൂപ്പറാണ്. അപ്പോൾ ഇവിടെ ആമ്പൽപ്പൂവ് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പറിക്കാൻ പാടില്ല എന്ന് കേട്ടാ. അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടാ. അപ്പോൾ ഗൈസ് ഇവിടെയെല്ലാം മുളേനെ കൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് കാണുന്നത് കേട്ടാ. ഇപ്പോൾ വയലിൻ്റെ നടുക്ക് വരമ്പുണ്ട്, അതിൻ്റെ നടുവിലൂട്ടിയാണ് നമ്മൾ നടന്ന് പോകുന്നത് കേട്ടാ. അപ്പോൾ ഇതുപോലുള്ള മുളേനെ കൊണ്ട് ഉണ്ടാക്കിയ ഇരിക്കാനുള്ള ഇതാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 30 രൂപയാട്ടാ. അപ്പോൾ ഒരുപാട് നമുക്ക് നടന്ന് കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തവള കിണറിന് 40 അടി താഴ്ചയുണ്ടെന്നാണ് എഴുതി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ആരും അതിൻ്റെ അകത്ത് പോയിട്ട് തുള്ളിയേക്കരുത്. അപ്പോൾ ഈ പാടത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാട കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മുളേനെ കൊണ്ടുണ്ടാക്കിയ പാലായി കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ദൂരം പോകുമ്പം തന്നെ ഇതാ ഇവിടെ ഒരു തോണിയുണ്ട്. ഇവിടെ നിന്നെല്ലാം ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എല്ലാം എടുക്കാൻ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രെയിം തിരിച്ചു കഴിഞ്ഞാലും അടിപൊളി കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു കൂടാരം പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടയ്ക്കും ഇതുപോലെ നമുക്ക് ഇരിക്കാനുള്ള മുളേനെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. എന്ത് രസമാണെന്നറിയാം. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദൂരെയുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 ആൾക്ക് ഇരിക്കാനുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഇവരൊക്കെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ കേരളത്തിലെ തമിഴ്നാട് അതിർത്തിക്കടുത്തുള്ള പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഗോവിന്ദാപുരം പോകുന്ന റൂട്ടിൽ കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് കുടിലിടം എന്ന ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയ പോലെ തോന്നും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലുണ്ട് കേട്ടോ. അപ്പോൾ പാലം കടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലങ്കോടേക്ക് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞായറാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും ഒക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് വരുന്നവരായിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഞായറാഴ്ച ഒക്കെ. അപ്പം ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് എവിടെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും ഇല്ലേ അടിപൊളിയാട്ടാ. ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കാരണം ഇത് നമുക്ക് ഈ ഒരു മഴക്കാലം ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാലോ ഇതുപോലുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്ന നെൽവയൽ കണ്ടോ. അപ്പോൾ ഈ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള കാഴ്ച ഇതുപോലെ കാണാൻ കഴിയില്ല കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലായിടയ്ക്കും നല്ല പച്ചപ്പുണ്ടാവും. അപ്പോൾ ഇത് കൊയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ചയൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ.
അപ്പോൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനടുത്ത് ഒരുപാട് സ്ഥലം നമുക്ക് കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട, പെരിങ്ങോട്ടുശ്ശേരി കളം, പിന്നെ സീതാർകുണ്ട് വാട്ടർഫാൾസ്, പിന്നെ അതുപോലെ തന്നെ താമരപ്പാടം, അങ്ങനെ ഒരുപാട് സ്ഥലം നമുക്ക് ഈ ഒരു കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ഒരു വൺ ഡേ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ കൊല്ലങ്കോട് കൂടുതലായിട്ടും ആൾക്കാർ വരുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ഇത്രയോ കാണാനുള്ളൂ. എന്തായാലും വരാത്തവർ വരും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേറെ കാണാനുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായി. രാവിലെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ മലേൻ്റെയൊക്കെ, പിന്നെ ഈ നെൽപ്പാടം കാണുന്നില്ലേ, മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതുവരെ ബൈ ബൈ.